intelligent choice. സംസ്ഥാനത്തെ 3 ഉപതെരഞ്ഞെടുപ്പുകളുടെയും ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഈ നിമിഷങ്ങളെ എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് വോട്ടർമാർ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നറിയുന്നതിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഈ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിയുമ്പോൾ ആദ്യ ഫലസൂചനകൾ 8:30 ലഭിച്ചു കഴിയുമ്പോൾ ആ ഫലസൂചനകളെ നമ്മൾക്ക് ഏത് രീതിയിൽ വിലയിരുത്താൻ കഴിയും? എന്തായാലും ഇന്ന് കൃത്യമായിട്ടുള്ള ഫലപ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ പോലും അത് കേരളത്തിലെ നിലവിലിരിക്കുന്ന സർക്കാരിനോടുള്ള ഭരണപക്ഷത്തോടുള്ള അവരുടെ ഭരണത്തോടുള്ള പ്രതികരണമാണോ, അത് എതിർപ്പാണോ, ഭരണവിരുദ്ധ തരംഗമാണോ, അതോ ഭരണാനുകൂല നിലപാടാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയുമോ എന്നത് സംശയമാണ്. കാരണം അങ്ങനെ സർക്കാരിനെ വിലയിരുത്താൻ കഴിയുന്ന രീതിയിലുള്ള വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ടുള്ള വിഷയങ്ങൾ അതാത് മണ്ഡലങ്ങളിൽ അതിനെ അതിക്രമിച്ചുകൊണ്ട് കടന്നു കയറി വരികയും അത് ഉടനീളം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. അതായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്നുള്ള നിലയ്ക്ക് വന്നതുകൊണ്ട് ഇതിൽ ആര് ജയിച്ചാലും ആര് തോറ്റാലും ആര് 3-ാം സ്ഥാനത്തേക്ക് പോയാൽ പോലും അങ്ങനെയുള്ള പോക്കിന് കാരണം ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെയൊക്കെയോ ഒന്നൊന്നായിട്ടുള്ള കാര്യങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ന കാരണങ്ങളാലാണ് ഈ വ്യക്തി തോറ്റത് അല്ലെങ്കിൽ ഈ വ്യക്തി ജയിച്ചത് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ആ വിഷയങ്ങൾക്ക് ഉപരിയായിട്ടുള്ള വലിയ വിവാദങ്ങൾ, ക്ലൈമാക്സുകളും ആൻറ്റി ക്ലൈമാക്സുകളുമായിട്ടുള്ള വിവാദങ്ങൾ വന്നു ചേർന്നു. അതുകൊണ്ട് അതാണോ പ്രതിപ്രവർത്തിച്ചത് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ് അവിടെ ചേലക്കരയിലും അതേപോലെ തന്നെ പാലക്കാട്ടും ഏതെങ്കിലും കാരണവശാൽ ആ 2 മണ്ഡലങ്ങളും CPIM-ന് ലഭിക്കുകയും LDF-ന് ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ തന്നെ അതിനെ എങ്ങനെ നമ്മൾക്ക് ആ നേട്ടം എങ്ങനെ ഉണ്ടായി എന്ന് എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളത് സംശയകരമാണ്. കാരണം അവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഒരു ഭാഗത്ത് ഉണ്ടായിരിക്കെ തന്നെ ഈ അടിയൊഴുക്കുകൾക്ക് മുകളിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവയോടുള്ള ജനത്തിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രതികരണം കൊണ്ടാണോ അത് സംഭവിച്ചത് അല്ലയോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കാമെന്നല്ലാതെ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയ അത്യന്തം സങ്കീർണമായ സംഭവ വികാസങ്ങളിലൂടെ പോവുകയും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധർക്ക് അതിനെ ഇനം തിരിച്ച് അഴിച്ച് പരിശോധിച്ച് ഇന്ന കാരണങ്ങളാൽ ഇന്ന രാഷ്ട്രീയ കക്ഷികളിലെ ഇന്ന സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ വായുവിൽ നമ്മൾക്ക് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ വിശകലനത്തിൻ്റെ ജാലവിദ്യ നടത്താം എന്നല്ലാതെ അതിനെ കൃത്യമായ വസ്തുതകൾ കൊണ്ട് പരിശോധിച്ച് സാമാന്യ ജനത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ അതിനെ വിശകലനം ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D. ബിനോയ് ചേരുന്നു. ഈ പറഞ്ഞ ഈ സങ്കീർണമായ ഒരു പ്രക്രിയ, സങ്കീർണമായ സംഭവ വികാസങ്ങളുടെ ഒരു പ്രക്രിയ, ഈ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നു കഴിഞ്ഞാൽ പോലും ആ ഫലത്തിൻ്റെ അടിസ്ഥാന കാരണം ഇന്നതാണ് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അതിനെ സങ്കീർണമാക്കുന്നുണ്ടോ D. ബിനോയ്? തീർച്ചയായും കേരള രാഷ്ട്രീയം വലുതായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് കാലമാണ് പൂർത്തിയായിരിക്കുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം വെറുപ്പിന്റെ കടയും ട്രോളി വിവാദവും സരിനും സന്ദീപും അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരിയതും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിമാറിയതുമൊക്കെ നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് മുന്നോട്ട് പോയതെന്ന് വ്യക്തമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാലക്കാട് തന്നെയാണ് എല്ലാവരുടെയും വളരെ ശ്രദ്ധയോടുകൂടി നോക്കി നിൽക്കുന്നതും പാലക്കാടിന്റെ വിജയത്തെക്കുറിച്ചാണ്. കാരണം പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ കേരളമാണ്. പ്രത്യേകിച്ചും അവിടെ BJP നടത്തിയിട്ടുള്ള പോരാട്ടം, ഒപ്പം LDF-ന് കിട്ടിയ നേട്ടം, UDF-ന് ഉണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ടാണ് വെറുപ്പിന്റെ കട എന്നൊരു വാക്ക്, ഒപ്പം ട്രോളിയിലെ കള്ളപ്പണം, ഇതൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത കാര്യങ്ങളായിരുന്നു. കാരണം സന്ദീപ് വാര്യരായാലും ഒപ്പം തന്നെ സരിനായാലും തന്നെ അവർ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ചേരിയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടാളും പറഞ്ഞു വെച്ചത് വെറുപ്പിന്റെ
വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കട ഉപേക്ഷിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും രാഷ്ട്രീയ കാലുമാറ്റം നടത്തി. അതുകൊണ്ട് തന്നെ പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് രാഷ്ട്രീയപരമായി അത് നോക്കിക്കാണേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും BJPയെ പോലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നിർണായകമായ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണ് പാലക്കാടിന്റെ പ്രത്യേകിച്ച് പാലക്കാടിലെ മുനിസിപ്പാലിറ്റി മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തുന്ന BJPയുടെ നേട്ടങ്ങൾ, ആ നേട്ടങ്ങൾ അതേപടി നിലനിർത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ BJPയുടെ പ്രതീക്ഷകൾക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മൾ മാറി ചിന്തിക്കേണ്ടത് ഈ സമീപകാലങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ, ആ പടലപ്പിണക്കങ്ങളുടെ ചില തിരയിളക്കങ്ങൾ അവിടെ പാലക്കാട്ടും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനോട് എന്ന വ്യക്തിയോട് ചില കോൺഗ്രസ് പോക്കറ്റുകളിൽ നിന്നുണ്ടായ വ്യക്തിപരമായ വിരോധം, ആ വിരോധം കൃത്യമായി ആര് മുതലാക്കി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഷാഫി പറമ്പിൽ ഒരു അനുയായിയെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കുന്നു, അവിടേക്ക് കൊണ്ടുപോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിരഞ്ഞെടുപ്പിൽ UDF ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് തന്നെ അനുയായികളെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒന്നായിരുന്നു. വയനാടിലായാലും ചേലക്കരയിലായാലും പാലക്കാടായാലും അതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു അനുയായി രാഷ്ട്രീയം കൂടി ഇവിടേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാൻ കഴിയും. ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, പോളിംഗ് ശതമാനത്തിലെ കുറവ്. സാധാരണഗതിയിൽ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഒന്നും തന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ന പാർട്ടിക്ക് അനുകൂലമാകും അല്ലെങ്കിൽ ഇന്ന മുന്നണിക്ക് അനുകൂലമാകും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അത് നമ്മൾ നേരത്തെയൊക്കെ തന്നെ കണ്ടതുമാണ്. ഇവിടെ കൃത്യമായ തരത്തിൽ 3 മണ്ഡലങ്ങളിലും 3 മുന്നണികളും വലിയ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ഒപ്പം നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലിലേക്ക് അല്ലെങ്കിൽ ഭരണപരമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു അല്ലെങ്കിൽ എന്തുമാത്രം ആ ഭരണപരമായ നേട്ടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ തന്നെ ആയിരിക്കും ഇത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വ്യക്തമായി പറയും. ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകും. കാരണം ഇടതുമുന്നണി യോഗം കൃത്യമായും ഓരോ മണ്ഡലങ്ങളിലും നടന്ന വോട്ടുകൾ അവരുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഏതൊക്കെ മേഖലകളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ഒരു ഇഴകീറിയുള്ള ഒരു പരിശോധന നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ചേലക്കരയിൽ അവർ അമിതമായ വിശ്വാസം വെച്ച് പുലർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മന്ത്രി രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോയതിനു ശേഷം UR പ്രദീപ് എന്ന് പറയുന്ന നേരത്തെ 2021 രാധാകൃഷ്ണൻ ഏകദേശം 39,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയ ഒരു മണ്ഡലമാണ്. അതിനു മുമ്പ് UR പ്രദീപ് അവിടുത്തെ പ്രതിനിധിയായിരുന്നു, നിയമസഭയിലേക്ക് എത്തിയ ആളാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ അവർക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല ചേലക്കരയെ സംബന്ധിച്ചോളം. അതേസമയം ചേലക്കരയിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ തരത്തിൽ ഒരു മുന്നേറ്റം LDFന് അവിടെ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കേവലം ഒരു 6,000-നും 9,000-നും ഇടയ്ക്കുള്ള ഒരു വോട്ട് പാർലമെന്റിൽ LDFന് അനുകൂലമായി ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും ഈ 39,000 എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം അതേപടി നിലനിർത്താൻ ഒരുപക്ഷെ LDFന് കഴിയില്ല എങ്കിൽ പോലും LDFന് കൃത്യമായി അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ ഇന്നലത്തെ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതേസമയം പാലക്കാടേക്ക് വന്നപ്പോൾ അത് കൃത്യമായി അവർ വിലയിരുത്തിയത് ഇങ്ങനെയായിരുന്നു. അതായത് പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ നിന്നും അപ്പുറത്ത് ചില വോട്ട് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നും അനുകൂലമായി വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ വിലയിരുത്തൽ, ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ UDFന്റെ ചില കേന്ദ്രങ്ങൾ, ശക്തി കേന്ദ്രങ്ങൾ LDFന് അനുകൂലമായി ചിന്തിക്കപ്പെടും. എന്നാൽ അതിന് തടയിടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം BJPക്ക് പാലക്കാട് നടത്താൻ കഴിഞ്ഞു എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ പെരിയാരി പഞ്ചായത്തും മാത്തൂരിലും കണ്ണാടിയിലുമൊക്കെ തന്നെ, പെരിയാരിലാണ് ഒരു പക്ഷേ UDFന് ഒരു മേൽക്കൈ കിട്ടാൻ സാധ്യതയുള്ള ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ശേഷം 10,000-ഓളം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്നുള്ളതാണ് ഈ എല്ലാ മുന്നണികൾക്കും ഒരു ആശങ്കയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ ആശങ്ക LDF കൃത്യമായി ചർച്ച ചെയ്തിരിക്കുന്നു. അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും, മറ്റു പഞ്ചായത്തുകളിൽ നിന്നും, കണ്ണാടിയിലും മാത്തൂരിൽ നിന്നുമൊക്കെ അത് LDFന് അനുകൂലമായി കിട്ടും. കാരണം UDFനകത്ത് നിലനിന്നിരുന്ന പടലപ്പിണക്കങ്ങൾ, പ്രത്യേകിച്ചും ഷാഫി പറമ്പിലിനോടുണ്ടായിരുന്ന വ്യക്തിപരമായ വിദ്വേഷങ്ങൾ, അത് LDFന് അനുകൂലമാകുകയാണെങ്കിൽ സരിന് ഒരു 2,000 മുതൽ 5,000-നകത്തുള്ള ഒരു ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതേസമയം BJP അങ്ങനെയല്ല കാണുന്നത്. BJP മറിച്ച് ചിന്തിക്കുന്നു. UDFന്റെയും LDFന്റെയും ഭാഗത്ത്, പ്രത്യേകിച്ചും
സരിൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. LDF-ലേക്ക് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറപ്പെടുന്നു. മറ്റ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടിയായ CPM എന്തുകൊണ്ടാണ് മറുചേരി ചാടി വന്ന ഒരാളിനെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്? അത്തരത്തിൽ ചിന്തിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ വോട്ട് ഒരു പക്ഷേ BJPക്ക് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം UDF-നും ഭാഗത്ത് നിന്ന് അതൃപ്തരുടെ വോട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ നിന്നൊരു നിയമസഭയിലേക്ക് പാലക്കാട് എന്നൊരാളിനെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ BJPക്കുമുണ്ട്. UDF ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈ ഭരണപരമായ പരാജയങ്ങൾ, ഒപ്പം ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിന് തൊട്ടു പിന്നാലെ മറ്റൊരു യുവാവിനെ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഒരു പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞു. അത് വോട്ടായി മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം, ഈ UDF-ന്റെ കണ്ണ് പ്രധാനമായും മാത്തൂരും കണ്ണാടിയും ഉൾപ്പെടെയുള്ള മേഖലകളിലെ ചില മേഖലകളിലെ SDPI ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് കൃത്യമായി വീണ് കഴിഞ്ഞാൽ വലിയ ആ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വലിയ തരത്തിൽ ഒരു വിജയം ആഘോഷിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ UDF-നുമുണ്ട്. അത്തരത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെയായി ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു. BJP ആയാലും CPIM ആയാലും കോൺഗ്രസ് ആയാലും അത്തരത്തിൽ വലിയ ചർച്ച. ആദ്യം തുടങ്ങിയത് ട്രോളി വിവാദമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മുറിയിൽ തങ്ങിയിരുന്ന വനിതാ നേതാക്കള് ഒക്കെ അവരുടെ മുറികളിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘം, അത് വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വന്നെങ്കിലും ആ വിവാദങ്ങളുടെ ആയുസ് വളരെ കുറഞ്ഞ ദിവസമായിരുന്നു. ഒരു 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ വിവാദങ്ങൾ കെട്ടടങ്ങിയെങ്കിലും ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വിവാദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ പ്രാദേശികമായ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കാൻ ഈ മൂന്ന് മുന്നണികൾക്കും അവിടെ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം, വയനാട്ടിലേക്ക് പോകണം. വയനാട്ടിലേക്ക് നമുക്ക് പോകാം. പാലക്കാട്ടിൽ തന്നെ തുടരേണ്ടതുണ്ട്. പാലക്കാട്ടിനെ സംബന്ധിച്ചിട്ട് D. ബിനോയ് സൂചിപ്പിച്ച കാര്യങ്ങൾക്കൊപ്പം തന്നെ അവിടെ സന്ദീപ് വാര്യരുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ BJP-യിൽ നിന്ന് ഉള്ള വരവ്, കോൺഗ്രസിലേക്കുള്ള വരവ്, അത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് മുമ്പേ നടന്ന ഒരു സംഭവമായിരുന്നുവെങ്കിൽ അതിനോട് മാനസികമായിട്ട് യോജിക്കാൻ അണികൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കാമായിരുന്നു, അതിനെ വിലയിരുത്താൻ കഴിയുമായിരുന്നു. അതനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് പോളിംഗ് ബൂത്തുകളിലേക്ക് പോകാൻ വോട്ടർമാർക്ക് കഴിയുമായിരുന്നു. അതിന് തൊട്ട് മുമ്പ് നടന്ന ആ സംഭവ വികാസത്തോടുള്ള ഏറ്റവും പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കണം ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നേരത്തെ തന്നെ സംഭവിച്ച ഒന്നാണെങ്കിൽ മാനസികമായിട്ട് രാഷ്ട്രീയമായിട്ട് അതിനെ ഏത് രീതിയിൽ വോട്ടാക്കി മാറ്റണം എന്ന് സമയമെടുത്ത് അണികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു, BJPക്കും കഴിയുമായിരുന്നു. ഇത് വളരെ ചുരുങ്ങിയ സമയത്ത് സംഭവിച്ച ആ കാര്യം ഏത് രീതിയിലായിരിക്കും ഈ ഒരു വോട്ടെടുപ്പ് പ്രക്രിയയെ സ്വാധീനിച്ചിട്ടുണ്ടാവുക, ഇന്ന് വോട്ടെണ്ണുമ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടാവുക? തീർച്ചയായും സന്ദീപ് വാര്യരെ സംബന്ധിച്ചോളം അയാൾ BJP-യുടെ ഒരു കഴിവുള്ള നേതാവായിരുന്നു. പ്രത്യേകിച്ചും BJP-യുടെ സംസ്ഥാന വക്താവായിരുന്നു. ഒരു തീപ്പൊരി പ്രസംഗത്തിന്റെ ഉടമയായിരുന്നു. എപ്പോഴും BJP-ക്ക് ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അതിനെ കൃത്യമായി പ്രതിരോധിക്കുവാൻ BJP ഒരു പക്ഷേ സംസ്ഥാന അധ്യക്ഷനായ K. സുരേന്ദ്രനേക്കാൾ സന്ദീപ് വാര്യരെ മുന്നിട്ട് നിർത്തി പോരാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ പറ്റിയത് സന്ദീപ് വാര്യർ വന്ന സമയം ഏകദേശം 5-6 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തപ്പെടുന്നത്. എന്നാൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ വിഷയം അവിടെയാണ്. നമ്മൾ പറഞ്ഞത് വെറുപ്പിന്റെ കടയിൽ നിന്നും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കടയിലേക്ക് ഒരു കൂടുമാറ്റം എന്നായിരുന്നു സന്ദീപ് വാര്യർ ഇതിനെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ പോലും ഇവിടെ സന്ദീപ് വാര്യർക്ക് ഏറ്റവും കൂടുതൽ മേൽക്കൈ വരാൻ, അല്ലെങ്കിൽ കൂടുതൽ സ്വാധീനമുള്ള മേഖല ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി മേഖലയാണ്. ആ മേഖലയിൽ അദ്ദേഹം കൃത്യമായി ഉണർന്നു പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ആ മേഖലയിൽ തന്റേതായ ഒരു പ്രവർത്തനം നടത്തി BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്നും ആ വോട്ടുകളെ UDF-ന്റെ മേഖലയിലേക്ക് കൊണ്ടുവരാനോ ഒരു സമയം സന്ദീപ് വാര്യർ കിട്ടിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും സന്ദീപ് വാര്യരോട് അനുകൂലമായി നിൽക്കുന്ന ചെറിയൊരു വിഭാഗമെങ്കിലും ഒരു പക്ഷേ ഒന്ന് മാറി ചിന്തിച്ചാൽ അത് കോൺഗ്രസിന് സഹായകരമാകും എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ ഒരു കാര്യമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഒപ്പം നിൽക്കുന്ന കുറച്ച് പേരുടെയെങ്കിലും വോട്ടുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ, ആ വിഭാഗം എന്ന് പറയുന്നവരും സന്ദീപ് വാര്യരെ പോലെ തന്നെ തീവ്രമായ സംഘപരിവാർ നിലപാടുകളുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്കേ സന്ദീപ് വാര്യർക്കൊപ്പം നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സന്ദീപ് വാര്യർ ഒരൊറ്റ സുപ്രഭാതത്തിൽ വെറുപ്പിൻ്റെ കട എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതുവരെയും താൻ പ്രതിദാനം ചെയ്തിരുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തെ വെറുപ്പിൻ്റെ കട എന്ന് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിരുന്ന ആ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ അത് നിഷ്കാസനം ചെയ്യപ്പെട്ട് പോകുന്നില്ല. അപ്പോൾ സന്ദീപ് വാര്യരിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു വോട്ടുകളുടെയോ അല്ലെങ്കിൽ വോട്ടിന് ആനുപാതികമായിട്ടുള്ള ഒരു അനുകൂല തരംഗത്തിൻ്റെയോ സാധ്യതകൾ പൂർണ്ണമായിട്ടും നിഷ്കാസനം ചെയ്യപ്പെട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഈ പെട്ടെന്നുള്ള ഈ വരവ് കൊണ്ടുള്ള ഒരു പ്രതിപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ. പക്ഷേ ഈ BJPയെയും സംഘപരിവാറിനെയും സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ ഒരു സംഘപരിവാർ വിശ്വാസം, അങ്ങനെ പെട്ടെന്ന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കുന്ന മനസ്സ് പാലക്കാടിലെ RSS പ്രവർത്തകരിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരിൽ ഉണ്ടാവില്ല. ഇവിടെ കൃത്യമായി നേരത്തെ MS സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുപ്പിന്റെ കടവിട്ട ഒരു സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ആലയത്തിലേക്ക്, ഒരു ഭവനത്തിലേക്കുള്ള യാത്രയായിരുന്നു സന്ദീപ് വാര്യർ നടത്തിയിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സന്ദീപ് വാര്യർക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ ഈ മേഖലകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വാധീന മേഖല പാലക്കാട് നഗരമാണ്, പാലക്കാട് നഗരസഭ മേഖലകളാണ്. കാരണം സന്ദീപ് വാര്യർക്ക് ഏത് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ എന്നതിനെ കുറിച്ച് ബിനോയ് പറയുന്ന സമയത്ത് സ്വാധീനങ്ങൾ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും പ്രതിപ്രവർത്തിച്ചിട്ടുള്ളത് എന്നും നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പാലക്കാടിനെ കുറിച്ചും അവിടെ സന്ദീപ് വാര്യർ എഫക്റ്റിനെ കുറിച്ചിട്ടും ബിനോയ് സൂചിപ്പിക്കുമ്പോൾ എന്താണ് പാലക്കാട് എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. അതായത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലം എന്ന നിലയ്ക്ക് ഒരു സംശയമില്ലാതെ നമുക്ക് പാലക്കാടിനെ കുറിച്ച് പറയാം. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അവിടെ നടന്നു, അതിലൊരു സംശയവുമില്ല. കാരണം ശക്തമായ ത്രികോണ മത്സരം എന്ന വാക്ക് ഏറ്റവും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് മാത്രമാണ്. ചേലക്കരയിൽ പോലും മാധ്യമങ്ങൾ അവിടെ ത്രികോണ മത്സരം നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ത്രികോണ മത്സരമല്ല എന്നുള്ളതിലേക്ക് LDFും UDFും എതിർക്കുന്നുണ്ട്. അവിടെ BJP അപ്രസക്തമാണ് എന്നുള്ളതിലേക്ക് അവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും എന്നാൽ സംശയരഹിതമായിട്ട് ത്രികോണ മത്സരം നടന്നു എന്ന് പറയാവുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് പാലക്കാടാണ്. ആ മത്സരത്തിൽ BJP അട്ടിമറി വിജയം നേടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് കൂടി പാലക്കാട് പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു കാലങ്ങളിലൂടെ ഉടനീളം. കോൺഗ്രസും BJPയും തമ്മിലാണ് അവിടെ കനത്ത പോരാട്ടം നടന്നത് എന്ന് BJP നേതാക്കൾ അങ്ങനെ പറയാൻ ശ്രമിക്കുകയുണ്ടായി. അതേസമയത്ത് അവിടെ BJP മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് സംശയലേശമിന്നെ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് LDFനും CPIMനും മാത്രമാണ്. കോൺഗ്രസ് പറയുന്നത് അവിടെ CPIM അല്ലെങ്കിൽ LDF മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഭാഷ്യപ്രകാരം അവിടെ LDF മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ BJP അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് LDF പറയുമ്പോൾ കോൺഗ്രസ് പറയുന്നത് അവിടെ LDF പോകുമെന്നാണ്. ഈ പറഞ്ഞ ഒരു വലിയ രണ്ട് കാര്യങ്ങളെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത P സരിൻ ആദ്യം അവിടെ വരുന്നു. അതായിരുന്നു ആദ്യത്തെ ഒരു ആൾമാറാട്ടമെന്നോ കൂറുമാറ്റമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്ന്. ഇന്നലെ കണ്ട ഒരാൾ ഇതാ പുതിയ ഭാവഹാവാദികളോട് വരുന്നു. ചില സിനിമകളിലൊക്കെ പ്രേം നസീർ പഴയകാല സിനിമകളിൽ ആൾമാറാട്ടം നടത്തി വരുന്നതിന് വേണ്ടിയിട്ട് കവളത്തൊരു മറുക് ഒട്ടിച്ചു വെച്ച് വരുന്നത് പോലെയാണ് ആ വരവ് എന്നൊക്കെ പറയുകയുണ്ടായി. എന്തായാലും കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത P സരിനെ മുൻനിർത്തിക്കൊണ്ട് മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷം അവിടെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു സംശയവുമില്ല. എന്ന് മാത്രമല്ല ഡോക്ടർ P സരിൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിപ്രഭാവം അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഓരോ ഇടത്തേക്കും വോട്ടർമാരുടെ ഇടയിലേക്കും ജനകീയമായി ഇറങ്ങിച്ചെന്നുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതും സംശയമില്ലാത്ത കാര്യമാണ്. ഈ പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കേരളത്തിൻ്റെ രൂപീകരണം മുതലുള്ളൊരു മണ്ഡലമാണ്. അത് മണ്ഡല പുനഃക്രമീകരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് പേര് മാറ്റപ്പെട്ടതൊന്നുമല്ല. അതുകൊണ്ട് അത് ഉറച്ചു നിൽക്കുന്ന, ആ പേരുകൊണ്ട് തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ രൂപീകരണം മുതലുള്ളൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക്. ഒരു സാമാന്യേന വലതുപക്ഷ മനസ്സുള്ള മണ്ഡലം എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഇടതുപക്ഷത്തെ ആലിംഗനം ചെയ്യുന്നതിൽ ഒരു മടിയും കാണിച്ചിട്ടില്ല ആ മണ്ഡലം. ഇതുവരെ ആ മണ്ഡലത്തിൽ നടന്നത് 16 തെരഞ്ഞെടുപ്പുകളാണ്. 11 തവണയും വിജയം കോൺഗ്രസ് പക്ഷത്തിനായിരുന്നു. 6 തവണ ഇടതുപക്ഷത്തിന് ജയിൽ ലഭിച്ചു. ഈ മണ്ഡലം ഏറ്റവും കൂടുതൽ തവണ കൈവശം വെച്ചത് കോൺഗ്രസിലെ CA സുന്ദരമാണ്. അത് 5 തവണയാണ്.
1977 മുതൽ 1996 വരെ സി എ സുന്ദരം അത് കൈവശം വയ്ക്കുന്നു. സി എം സുന്ദരം കഴിഞ്ഞാൽ മണ്ഡലം രണ്ടാമത് കൂടുതൽ കൈവശം വെച്ചത് ഇന്നത്തെ യുവതാരമായിട്ട് അറിയപ്പെടുന്ന ഷാഫി പറമ്പിലാണ്. അത് 3 തവണ. ആ 3 തവണ എന്ന് പറയുന്നത് 2011, 2016, 2021 വർഷങ്ങളിൽ. ഈ വർഷങ്ങളിൽ ഉടനീളം അങ്ങനെ ഷാഫി പറമ്പിൽ അത് കൈവശം വെക്കുമ്പോൾ തന്നെയും അതിന് സമാന്തരമായിട്ട് പാലക്കാടിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ BJPയുടെ ഒരു വളർച്ച അതിസൂക്ഷ്മമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിസൂക്ഷ്മം എന്ന് പറയുമ്പോൾ തന്നെ സ്ഥൂലമായിട്ടും നടക്കുന്നുണ്ടായിരുന്നു. അത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ആ വളർച്ച അവിടെ നടക്കുന്നുണ്ട്. ആ വളർച്ചയാണ് ഈ മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത്. പാലക്കാട് നഗരസഭ, അതേപോലെ നേരത്തെ ഡി ബിനോയ് സൂചിപ്പിച്ച പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മണ്ഡലം എന്ന് പറയുന്നത്. 2 വട്ടമായിട്ട് നഗരസഭ അവിടെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു കാരണവശാലും നമുക്ക് മറക്കാൻ പറ്റുന്നതോ മറച്ചു വയ്ക്കാൻ പറ്റുന്നതോ അല്ല. നഗരസഭയിലും പിരായിരി പഞ്ചായത്തിലും ശക്തമായിട്ടുള്ള അടിത്തറയുള്ള കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയത്ത് കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിൽ മേൽക്കൈ പൊതുവേ ഉള്ളത് ഇടതുപക്ഷത്തിനാണ് എന്ന് പറയപ്പെടുന്നു. ഈ 2 പക്ഷവും എല്ലാ അടവും പുറത്തെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇത്തവണ. അപ്പോൾ BJPയുടെ സ്വാധീനമുള്ള ഇടങ്ങൾക്ക് ഉപരിയായിട്ട് തന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരേ രീതിയിലുള്ള പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. അവിടെ BJPയെ സഹായിക്കാൻ UDF ശ്രമിക്കുന്നു, അല്ലെങ്കിൽ BJPയുമായിട്ട് CPMന് ബാന്ധവമുണ്ട്, അതൊക്കെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒന്നും നടന്നതായിട്ട് തോന്നിപ്പിക്കാത്ത രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ആര് പിടിക്കുമെന്നുള്ളത് പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യമായിട്ട് വരികയും ചെയ്യുന്നത്. ഈ മണ്ഡലത്തിൽ ഇത്തവണത്തെ അടക്കം 4 തെരഞ്ഞെടുപ്പുകളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ പോളിംഗ് ശതമാനം 70-നും 72-നും ഇടയിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 70.51% 2021 അപേക്ഷിച്ചിട്ട് അത് 5% കുറവാണ്. നേരത്തെ നമ്മൾ പൊതുവായി സൂചിപ്പിച്ച കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അത് ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾക്ക് ഇടയാക്കുമോ എന്നുള്ളത്. ഈ പറഞ്ഞ കാര്യത്തിൽ പാലക്കാടിനെ സംബന്ധിച്ചിട്ട് 2021 തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയിട്ട് മെട്രോമാൻ എന്നൊക്കെയുള്ള വലിയ ആടയാഭരണങ്ങൾ ചാർത്തപ്പെട്ട് വിശേഷണങ്ങൾക്ക് അർഹനായ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ് BJP ഏറ്റവും കൂടുതൽ വോട്ട് നേടിയതെന്നുള്ളതാണ്. അതാണ് പാലക്കാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം പങ്കുവയ്ക്കാൻ കഴിഞ്ഞ കാലഘട്ടം എന്ന് പറയുന്നതും ഈ 2021. അവിടെ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു താല്പര്യങ്ങളും അജണ്ടകളും അനുസരിച്ച് നിൽക്കുന്ന ഒരു BJP മനസ്സുള്ളവർ അതിനുപരിയായിട്ട് ഒരു ഹിന്ദുത്വ മനസ്സുള്ള അവരും നിൽക്കെ തന്നെ ഇതൊന്നുമില്ലാത്തവർ പോലും മെട്രോമാൻ എന്നുള്ള നിലയ്ക്ക് ഈ ശ്രീധരന് വേണ്ടിയിട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കപ്പെട്ടതുകൊണ്ടുകൂടിയാണ് BJP അവിടെ 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് എന്നുള്ളതും വിലയിരുത്തപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 50,220 വോട്ടുകളാണ് അന്ന് നേടിയത്. അപ്പോൾ ഈ ശ്രീധരൻ്റെ പ്രകടനം ഇത്തവണ ശ്രീകൃഷ്ണകുമാർ ആവർത്തിച്ചാൽ മണ്ഡലം പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. എന്നാൽ ആ ആവർത്തനം ആ രീതിയിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും അറിയാം. മെട്രോമാൻ ശ്രീധരനിലൂടെ ലഭിച്ച അധിക വോട്ടുകളുടെ പ്രകടനം ആവർത്തിക്കുകയല്ല വേണ്ടത്. ആ ഫാക്ടറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ആ വോട്ടുകളെ ഇവിടെ നമ്മൾക്ക് സമീകരിക്കേണ്ടതുണ്ട് എന്നാണ് BJP അവരുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുടനീളം മണ്ഡലങ്ങളിൽ പാർട്ടി അനുഭാവികളുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളിലും പ്രവർത്തന രീതിയിലും കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ളത്. 2021 ശ്രീധരന് നഗരസഭയിൽ 6,239 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. പിരിയാരി പഞ്ചായത്തിലെ 6,201 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് ഷാഫി ശ്രീധരൻ്റെ കുതിപ്പ് തടയുകയും ചെയ്തത്. അങ്ങനെ ഈ 6,000 എന്ന വാക്കിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. 2021 അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീധരന് പാലക്കാട് നഗരസഭയിൽ 6,239 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുന്നു. ആ 6,239 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ ഷാഫി പറമ്പിൽ മറികടക്കുന്നത് പിരായിരി പഞ്ചായത്തിലെ 6,201 വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊണ്ടാണ് ആ ഒരു കുതിപ്പ് തടഞ്ഞത്. ചുരുക്കത്തിൽ നഗരസഭ BJPക്ക് ഇവിടെ നിർണായകമാവുമ്പോൾ തന്നെ പിരായിരി പഞ്ചായത്ത് കോൺഗ്രസിനും അതേ അർത്ഥത്തിൽ തന്നെ നിർണായകമാവുകയാണ്. സരിൻ കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തിയതോടുകൂടി നഗരസഭയിലെയും പിരായിരി പഞ്ചായത്തിലെയും ഓരോ വോട്ടും കോൺഗ്രസിനും നിർണായകമായിക്കൊണ്ടിരിക്കുന്നു.
അതുകൊണ്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ BJPയുടെ ലീഡ് 497 വോട്ടായി കുറയ്ക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതുമുണ്ട്. അതോടൊപ്പം പിരായിരി പഞ്ചായത്തിൽ ലീഡ് ഉയർത്താനും ഷാഫിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏപ്രിലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം ആവർത്തിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്നൊരവസ്ഥ വരും. കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലെ മേൽക്കൈയും കോൺഗ്രസ് പാളയത്തിൽ നിന്ന് സരിന് പിടിക്കാൻ കഴിയുന്ന വോട്ടുകളിലും ന്യൂനപക്ഷ വോട്ടുകളിലുമൊക്കെയാണ് ഇടതുപക്ഷം പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഇടയിലാണ് ഡി ബിനോയ് സൂചിപ്പിച്ച സന്ദീപ് വാര്യരുടെ അവസാന ഘട്ടത്തെ രംഗപ്രവേശവും ആ രംഗപ്രവേശം അണികളിലുണ്ടാക്കിയിട്ടുള്ള ആശയക്കുഴപ്പവും ഏത് രീതിയിൽ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കണം, അത് ഇന്നത്തെ വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത്. ഡി ബിനോയ്. തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. ഇതിനകത്ത് ഒരു കാര്യം കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. മെട്രോമാന് കിട്ടിയ വോട്ട് അല്ലെങ്കിൽ മെട്രോമാന് അല്ലെങ്കിൽ ആ പേരിൽ ആണല്ലോ അദ്ദേഹം അന്ന് വോട്ട് നേടിയതും സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു വികസന നായകൻ പാലക്കാട്ട് നിന്ന് എന്നൊക്കെ BJP ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് ശ്രീധരനെ. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് അതിലൊരു 10% വോട്ട് വ്യക്തിപരമായി കിട്ടിയ വോട്ട് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. അതാണ് MS നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 50,000-ലേക്ക് BJPക്ക് ഉയർന്ന വോട്ടിംഗ് ശതമാനം എത്തിയത്. എന്നാൽ അതിനിടയ്ക്ക് നമ്മൾ ഒരു കാര്യം കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്രയധികം മേൽക്കൈ നേടാൻ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ശ്രീകണ്ഠന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ MP ആയ ശ്രീകണ്ഠന് അവിടെ നിന്നൊരു വലിയ വിജയം, ഒരു വലിയ മാർജിനിൽ തന്നെ വിജയിച്ച് പാർലമെന്റിലെത്താൻ കഴിഞ്ഞത്. ആ ഒരു ഉറച്ച വിശ്വാസം UDFൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, സരിൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് LDF പാളയത്തിലേക്ക് പോയത് വലിയ തരത്തിൽ കോൺഗ്രസിന് ആശങ്ക ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കന്മാർ പറയുന്നത്. കാരണം സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ കോൺഗ്രസിൽ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ച് നിൽക്കുന്ന സമയത്തും അദ്ദേഹം മത്സരിപ്പിച്ചപ്പോഴും ഒക്കെ തന്നെ വലിയ തരത്തിൽ ഒരു ചലനമുണ്ടാക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് എന്ന് അവർ പറയുന്നതൊപ്പം തന്നെ പറയുന്നു കോൺഗ്രസിന്റെ പിൻബലത്തോടുകൂടി നേതൃനിരയിലേക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായി അല്ല അദ്ദേഹത്തിന്റെ ഉയർച്ച, പാർട്ടിയുടെ ഒരു പിൻബലത്തോടുകൂടി ഒരു നേതാവായി വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിന് കിട്ടാവുന്ന വോട്ടുകളെ പിടിച്ചുകൊണ്ട് LDFന് നൽകാൻ കഴിയുന്ന ഒരു പ്രാപ്തി ഡോക്ടർ സരിന് ഇല്ല എന്ന് UDF കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതേസമയം UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും ഒരു ചെറിയ ഒരു വിശ്വാസക്കുറവ് ഇപ്പോഴും ഈ പെരിയാരി പഞ്ചായത്തിൽ ഈ 10,000-ഓളം വോട്ട് പോളിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ആ വോട്ടുകൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതൊരു വിദ്വേഷത്തിൻ്റെതാണോ അല്ലെങ്കിൽ ഒരു വെറുപ്പിൻ്റെതാണോ അതോ വിട്ടുനിന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും അത്രയും വോട്ട് കുറഞ്ഞത്, ആ പഞ്ചായത്തിൽ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ LDFനും ആശങ്കയുണ്ടാക്കുന്നു. ഈ രണ്ട് ആശങ്കകളും അവിടെ നിൽക്കുമ്പോൾ കണ്ണാടിയിലും മാത്തൂരിലും കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. കാരണം ഈ മേഖലകളിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും SDPI എന്ന് പറയുന്ന ആ ഘടകം അവർക്ക് ഏകദേശം 4,000-ലധികം വോട്ട് കൃത്യമായി അവർക്ക് പോൾ ചെയ്യാൻ കഴിയുന്ന 2 പഞ്ചായത്തുകളാണ് മാത്തൂരും കണ്ണാടി. ആ വോട്ടുകളിൽ ഒരു 60% വോട്ടെങ്കിലും UDFന് അനുകൂലമായി കഴിഞ്ഞാൽ ഒപ്പം ഈ നഗരസഭ അങ്ങനെ ആ വോട്ട് കൂടി അനുകൂലമായി കിട്ടിയാൽ നഗരസഭയിൽ വലിയ തരത്തിലുള്ള ഒരു മേൽക്കൈ BJPക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ UDFന്റെ വിജയ സാധ്യത വളരെ വേഗത്തിലാവും എന്ന ഉറച്ച വിശ്വാസം UDFനുണ്ട്. മാത്രവുമല്ല UDF കൃത്യമായി അവരുടെ പ്രവർത്തനം, കാരണം നേതാക്കന്മാരുടെ ഒരു വലിയ പട തന്നെ എല്ലാ അർത്ഥത്തിലും BJPയുടേതായാലും CPIMന്റേതായാലും കോൺഗ്രസിന്റേതായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി നടത്തിയ ഭരണപരമായ നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ളവ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ, ഒപ്പം അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി തമ്പടിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ, CPIMന്റെ നേതാക്കന്മാർ നടത്തിയ പ്രവർത്തനങ്ങൾ, അതൊക്കെ ഇടതുമുന്നണി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. BJPയും അവരുടെ നേതാക്കന്മാരെ പരമാവധി ദേശീയ നേതാക്കന്മാരെ എത്തിയിട്ടില്ല എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ മുഴുവൻ ആളുകളെയും നേതാക്കന്മാരെയും അവിടേക്ക് എത്തിച്ചുകൊണ്ട് BJPയുടെ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സംഘപരിവാർ RSS
കൃത്യമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സാധാരണ കാണുന്നതിൽ വ്യത്യസ്തമായി പാലക്കാട് നിർണായകമായ നീക്കങ്ങൾ നടത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൽപ്പാത്തി രഥോത്സവവുമായി ബന്ധപ്പെട്ട് 13, 14, 15 തീയതികളിൽ ആണ് അവിടെ രഥോത്സവം നടന്നത്. ആ നാളുകളിൽ അവിടെ എത്തിയിരുന്ന നല്ലൊരു ശതമാനം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടും എന്ന ആളുകളെ അവിടെ നിർത്തി 20-ാം തീയതി വരെ അവിടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ RSS അല്ലെങ്കിൽ സംഘപരിവാർ നടത്തിയ ഒരു നീക്കം ഒരു പരിധിവരെ വിജയം കണ്ടു എന്നാണ് BJP നേതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവസാന നിമിഷം സന്ദീപ് വാര്യർ നടത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് എത്രമാത്രം വിജയം കണ്ടു, അതിൽ എന്തുമാത്രം നേട്ടമുണ്ടായി എന്നുള്ളതാണ് ഇനി കേരളം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. പ്രത്യേകിച്ചും യുവ നേതാവാണ്, വലിയ പ്രായമില്ലാത്ത നേതാവാണ്. ഒരു പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും വരും നാളുകളിലാകാൻ സാധ്യതയുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ഒരു വാഗ്മിയെ അല്ലെങ്കിൽ ഒരു തീപ്പൊരി നേതാവിനെ കോൺഗ്രസ് പക്ഷത്തേക്ക് എത്തിച്ചുകൊണ്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം സഹായം BJP കേന്ദ്രങ്ങളിൽ നിന്നും കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്നു. എന്തായാലും സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കുറച്ചോട്ട് വലിയ തരത്തിൽ ഒരു വോട്ട് മറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചോട്ട് അയാൾക്ക് അനുകൂലമായി നിൽക്കുന്ന കുറച്ചോട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളത് കോൺഗ്രസിനും ഉറപ്പാണ്, BJPക്കും അത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജയപരാജയങ്ങൾ പ്രവചനാതീതം എന്ന് നേരത്തെ MS പറഞ്ഞതുപോലെ തന്നെയാണ്. 3 മുന്നണികളും ഒരുപോലെ 1957 ശേഷം ഉള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാത്ത പാലക്കാടൻ മണ്ഡലമാണ്. പാലക്കാടിന്റെ കാറ്റ് അങ്ങനെ ഇടതുമുന്നണിയെയും വലതുമുന്നണിയും ഒരുപോലെ സ്നേഹിച്ച സ്ഥലം കൂടിയാണ്. എന്നിരുന്നാൽ പോലും ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രാദേശികമായി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ഒപ്പം കണ്ണാടി, മാത്തൂർ പോലുള്ള പഞ്ചായത്തുകളിൽ കോൺഗ്രസിനുണ്ടാവുന്ന നേട്ടങ്ങൾ, അതൊക്കെ എത്രമാത്രം ഈ കോൺഗ്രസിനും ഒപ്പം CPIM-നും അനുകൂലമാകും എന്നുള്ളതാണ് ഇരുവരുടെയും വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി പറയാം, മെട്രോമാൻ ശ്രീധരൻ അദ്ദേഹത്തിന് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണ് ഈ 50,000-ന് മുകളിലേക്ക് ഉയർത്തിയത്. അത് അദ്ദേഹത്തിന്റെ ഒരു നേട്ടമായിരുന്നു. അതുകൊണ്ടാണ് ഷാഫി പറമ്പലിന്റെ ഭൂരിപക്ഷം 3,000-ന് മുകളിലേക്ക് മാത്രം, അതായത് 3,000-നും 4,000-നും ഇടയിലായി നിർത്താൻ അവർക്ക് കഴിഞ്ഞത് എന്നുള്ളതും ഒരു BJPയുടെ ഒരു മാറ്റമായി ഇത് കാണുന്നുണ്ട്. പക്ഷേ ആ മാറ്റം, അതായത് ശ്രീധരൻ കൊണ്ടുവന്ന ആ മാറ്റം എത്രമാത്രം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് രാഷ്ട്രീയ കേരളം കൃത്യമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്തുമാത്രം മുന്നോട്ട് പോകും, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്ക് നിർണായകമായി ഏറ്റവും വലിയ കൈത്താങ്ങായി നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സഹായികളായി നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾ കൃത്യമായി അവരുടെ പ്രവർത്തനം വീടുകൾ കേന്ദ്രീകരിച്ച്, അവരുടെ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ചും സന്ദീപ് വാര്യരുടെ ചാഞ്ചാട്ട സമയത്ത് ആ വോട്ടുകളിൽ ഒരിക്കൽ പോലും ചാഞ്ചാട്ടം ഉണ്ടാവാതെ സൂക്ഷിക്കുന്ന തരത്തിൽ അവർ വലിയ തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ട്. അത് BJPക്ക് സഹായം ചെയ്യും. BJP നേതാക്കളുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയ അടിയൊഴുക്കുകൾ ഒന്നും സംഭവിച്ചില്ല എങ്കിൽ BJPക്ക് ഒരു 2,000 വോട്ടിന്റെ 2,000-നും 3,000-നും ഇടയ്ക്കുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് അവിടെയല്ല പറയുന്നത്. BJP അത്തരത്തിലുള്ള വാദഗതികളെ മുഴുവൻ തള്ളിപ്പറയുകയാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ഇത്തവണത്തെ പാലക്കാടൻ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാകും. 2, അവിടെ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ സർക്കാരിനോടുള്ള ഭരണപരമായ വിയോജിപ്പ്, അത് നിഷ്പക്ഷ വോട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വോട്ട് അനുകൂലമാകും. മൂന്നാമതൊരു കാര്യം പറയുന്നത്, കൃത്യമായി CPM-നോട് വിയോജിപ്പുള്ള അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ തന്നെ ഈ സരിന്റെ വരവിനെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം മറിച്ചൊന്ന് ചിന്തിച്ചാൽ UDFന് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരം ചിന്തകളിലൂടെയാണ് UDF പോകുന്നതെങ്കിൽ CPM ആകട്ടെ അവർ പറയുന്നത്